പത്തനംതിട്ട തിരുവല്ലയിൽ കാറിന് തീപിടിച്ച് 2 മരണം. വേങ്ങലിൽ റോഡിനരികിൽ നിർത്തിയിട്ട കാറാണ് കത്തിയത്. സ്ത്രീയും പുരുഷനുമാണ് കാറിലുള്ളത്. ഇവരുടെ മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലാണ്. പോലീസ് പാർട്ടിയോടെ പോയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ ആ വീട്ടിൽ രണ്ടുപേർ താമസിക്കുന്നുണ്ടായിരുന്നു. അവരെ മിസ്സിംഗ് ആണ്. മിസ്സിംഗ് അവരവിടെ ഇല്ല. അവിടുത്തെ കൗൺസിലറിനോട് കൂടെ വരാൻ പറഞ്ഞു. വന്നിട്ട് അദ്ദേഹം ഇത് കണ്ടിട്ട് പറയും. ഓൾറെഡി നമ്മുടെ പോലീസ് പാർട്ടി പെട്രോളിംഗ് നടത്താറുണ്ട്. ഈ സ്ഥലത്ത് പെട്രോളിംഗ് നടത്തി വരുമ്പോഴാണ് ഇവിടുത്തെ കത്തുന്നതാണ്. ഇവർ ആദ്യം വിചാരിച്ചു ദൂരെന്ന് വിചാരിച്ചു ചവറ കൂട്ടിയിട്ട് കത്തിക്കുക. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ പത്തനംതിട്ടയിൽ നിന്ന് വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഭദ്ര തിരുവല്ല വേങ്ങലിലാണ് കാറിന് തീ പിടിച്ചത്. തീ അണച്ച ഫയർഫോഴ്സ് കാറിനകത്ത് കത്തിക്കരഞ്ഞ നിലയിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തി. വേങ്ങലിൽ പാടത്തോട് ചേർന്ന് റോഡിൽ ഇന്ന് ഉച്ചയോടെയാണ് സംഭവം ഉണ്ടായത്. തുകലശ്ശേരി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള വാഗ്നർ കാറാണ് കത്തി അമർന്നത്. തുകലശ്ശേരി സ്വദേശികളായ രാജു തോമസ്, ഭാര്യ ലൈജി തോമസ് എന്നിവരാണ് മരിച്ചത്. കാറിന് തീ പിടിച്ച വിവരമറിഞ്ഞ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണയ്ക്കുകയായിരുന്നു. കാർ പൂർണ്ണമായും കത്തി അമർന്ന നിലയിലായിരുന്നു സംഭവ സ്ഥലത്തുണ്ടായിരുന്നത്. അപ്പോഴാണ് തീർത്തും കത്തിക്കഴിഞ്ഞ നിലയിൽ മൃതദേഹങ്ങളും കണ്ടെത്തിയത്. ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും മൃതദേഹങ്ങളാണെന്ന പ്രാഥമിക നിഗമനത്തിലായിരുന്നു പോലീസ്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞത്. അപകട മരണമായതെന്നും പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടരുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങൾ ഏതായാലും ആശുപത്രിയിലേക്ക് മാറ്റി. വിഷ്ണു, ഈ തീപിടുത്തത്തിന് കാരണം വ്യക്തമല്ല എന്നാണോ? അതേ ഭദ്ര, ഇതുമായി ബന്ധപ്പെട്ട് കാരണങ്ങൾ വ്യക്തമല്ല. ഇതിന് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതാണ് എന്ന മുതലുള്ള സൂചനകൾ ഉണ്ട്. എന്നാലും വ്യക്തമായ ഒരു കാരണം ഇതുവരെ പോലീസ് നൽകിയിട്ടില്ല. ശരി വിഷ്ണു, അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മളിപ്പോൾ ഇത്തരത്തിൽ കാറ് കത്തുന്നതും അതിലിരുന്നു കൊണ്ട് മരണപ്പെടുന്നതുമൊക്കെ ഇപ്പോൾ ഒരു പതിവ് കാഴ്ചയായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോഴിക്കോടും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കണ്ടിരുന്നു. അന്ന് ഒരു വില്ലനായി മാറിയത് ഈ സീറ്റ് ബെൽറ്റ് ധരിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇവിടെ അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളാണോ സൂചിപ്പിക്കുന്നത്? ഭദ്ര, ഈ കണ്ടെടുത്ത 2 മൃതദേഹങ്ങൾ സീറ്റ് ബെൽറ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഈ കത്തി അമർന്നതിനെ തുടർന്ന് ഇതെല്ലാം ഇല്ലാതായി. പക്ഷേ എടുത്ത ഫയർഫോഴ്സ് പറയുന്നത് ഇവര് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന വിവരമാണ് തരുന്നത്. ഏതായാലും ഇത് ഷോർട്ട് സർക്യൂട്ട് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ കൂടുതൽ വിവരങ്ങൾ വരുന്നത് എങ്കിലും വ്യക്തമായ ഒരു നിഗമനം എത്തുന്നോടം വരെയും അതൊരു അനിശ്ചിതത്വം തന്നെ തുടരുകയാണ്. വിഷ്ണു, എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പോലീസിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അവർ അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റെന്തെങ്കിലും വിശദാംശങ്ങളുണ്ടോ? ഒരുപക്ഷെ ഇവരുടെ ബന്ധുക്കളുടെ പ്രതികരണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? ഭദ്ര, ആദ്യം ആരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്ന് പോലീസിനും ഫയർഫോഴ്സിനും കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യം 2 അപകടമുണ്ടായി, 2 പേർ കത്തി അമർന്നു. പക്ഷേ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. പക്ഷേ പിന്നീടാണ് കാറിന്റെ നമ്പറും ബാക്കിയുള്ള ഡീറ്റെയിൽസും എടുത്തപ്പോഴാണ് തുകലശ്ശേരി സ്വദേശികളായ രാജു തോമസും ഭാര്യ ലൈജി തോമസുമാണ് മരിച്ചത് എന്നുള്ള വിവരം പോലീസിലേക്ക് എത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ ഉള്ളവരുമായൊക്കെ പോലീസും മാധ്യമപ്രവർത്തകരൊക്കെ സംസാരിച്ചിരുന്നു. പക്ഷേ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അവരുടെ നിന്ന് കിട്ടിയില്ല. അവരുടെ നിന്ന് പ്രതികരണങ്ങളും നമുക്ക് ലഭ്യമായിരുന്നില്ല. എങ്കിലും മരിച്ചത് രാജു തോമസും അതുപോലെ തന്നെ ഭാര്യ ലൈജയുമാണെന്ന് ഉറപ്പിക്കുന്ന രീതിയാണ് ഉള്ളത്. ഇവർ 2 തുകലശ്ശേരി സ്വദേശികളാണ്. വിഷ്ണുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. കാറിന് തീപിടിച്ച് 2 പേർ വെന്തു മരിച്ചത്. ഭാര്യയും ഭർത്താവുമാണ് മരിച്ചിരിക്കുന്നത്. ഓടിക്കൊണ്ടിരുന്ന കാറിനായിരുന്നു തീപിടുത്തം ഉണ്ടായത്. എന്നാലും പോലീസ് ഇക്കാര്യത്തിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. മരണകാരണം എന്താണ് എന്നുള്ളത്, തീപിടുത്തത്തിന്റെ കാരണം എന്താണ് എന്നുള്ളതിൽ വ്യക്തത വന്നിട്ടില്ല. ഷോർട്ട് സർക്യൂട്ട് ആകാം എന്നൊരു പ്രാഥമിക നിഗമനം ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇതിൽ അന്വേഷണം പുരോഗമിക്കുന്നു.